ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 10-ാം തീയതിയാണ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് ആവർത്തന പുസ്തകം 4-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതുപോലെ ഒരു ജാതിയുണ്ടോ എന്ന് മറ്റ് ജാതികൾ പറയത്തക്കവണ്ണമുള്ള മഹത്വം ഇസ്രായേൽ മക്കൾക്കുണ്ട്. അതിനുള്ള പല കാരണങ്ങൾ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്കുള്ളതുപോലെ ചട്ടങ്ങളും പ്രമാണങ്ങളും വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇസ്രായേൽ മക്കൾക്കുള്ളതുപോലെയുള്ള ദൈവസാന്നിധ്യം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇസ്രായേൽ മക്കളെ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന പോലെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഉണ്ടോ? എന്നിങ്ങനെ പല കാരണങ്ങൾ അതിനുവേണ്ടി പറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ബൈബിളിലെ ദൈവം എത്ര വ്യത്യസ്തനാണ്. സത്യഹൃദയത്തോടെ തന്നെ സമീപിക്കുന്നവർക്ക് അവൻ എപ്പോഴും സമീപസ്ഥനാണ്. ഈ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. പറയാണ്, നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ? ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി വേറെ ഏതുള്ളൂ? ലോകത്തിൽ അനേകം മതങ്ങളുണ്ടെന്ന് നമുക്കറിയാം. മതഭക്തന്മാരൊക്കെയും അവരുടെ മതങ്ങളുടെ ചട്ടപ്രകാരം അവരുടെ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുന്നവരാണ്. ഭയത്തോടും പറയലോടും കൂടിയൊക്കെ പോയിന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ അവരെത്ര നേരം പോയിരുന്നു പ്രാർത്ഥിച്ചാലും അടുത്ത് വരുന്ന ഒരു ദൈവമില്ല അവരുടെ ദൈവം എന്നുള്ളത് സങ്കടകരമാണ്. എത്ര നേരം പ്രാർത്ഥിച്ചാലും ദൈവം അവർക്ക് അടുത്ത് വരികയില്ല. അവർ ദൈവത്തോട് അടുത്ത് ചെല്ലണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതീകമായി അവർ വെച്ചിരിക്കുന്ന വിഗ്രഹത്തോട് അടുത്തടുത്ത് വേണമെങ്കിൽ ചെല്ലാം. അത് പൂജാരിമാർക്കും മറ്റുമൊക്കെ മാത്രമേ ശ്രീകോവിൽ കയറി ദൈവത്തെ ആരാധിക്കാനായിട്ട് സാധിക്കൂ, അല്ലാത്തവർക്ക് പുറത്തു നിന്ന് ആരാധിക്കുകയുള്ളൂ. എന്നാൽ ലോകത്തിലെ ജാതികളെ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടിട്ട് അവർ പറയുന്ന ഒരു പ്രസ്താവനയാണ്, ഈ ജനത്തെപ്പോലൊരു ജനമുണ്ടോ? എന്താ അവരുടെ പ്രത്യേകത? അവരുടെ ദൈവം വിളിച്ചപേക്ഷിക്കുമ്പോൾ അടുത്ത് വരുന്ന ഒരു ദൈവമാണ്. ഇത് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ജാതികളുടെ ദേവന്മാർ മനുഷ്യരുടെ സൃഷ്ടികളാണെന്ന് നമുക്കറിയാം. മനുഷ്യരവയെ പ്രതിഷ്ഠിക്കുന്നിടത്ത് തന്നെ അവയിരിക്കും. ആരാധകരോട് അവരടുക്കുകയോ ചെയ്യുകയില്ല, അത് വെക്കുന്നിടത്ത് തന്നെ ഇരിക്കും. ആരാധകരുടെ അടുത്തേക്ക് പോയി അവയെ പൂജിക്കണം. ചലനശേഷിയില്ലാത്ത ദേവന്മാരാണ് ജാതികൾക്കുള്ളതെന്ന് പറഞ്ഞ സത്യമാണ്. അവരുടെ ദേവന്മാരാരും ചലിച്ച് കാണുന്നില്ല, ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കും, അല്ലാതെ ഒന്നും കാണുകയില്ല. ദേവന്മാർക്ക് സന്തോഷമാണോ എന്നറിയുന്നത് പോലും ചില പ്രശ്നങ്ങളൊക്കെ വെച്ച് മനുഷ്യൻ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ദേവന്മാർക്ക് ഇഷ്ടമല്ലെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. പക്ഷേ ബൈബിളിലെ ദൈവം എത്ര വ്യത്യസ്തനാണ്. സത്യഹൃദയത്തോടെ തന്നെ സമീപിക്കുന്നവർക്ക് അവൻ എപ്പോഴും സമീപസ്ഥനാണ്. അവരുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നവനും അവരെ അനുഗ്രഹിക്കുന്നവനും അവർ ചോദിക്കുന്ന നന്മകൾ അവർക്ക് നൽകുന്നവനുമാണ്. ദൈവം അടുത്ത് വരാത്ത ചില സാഹചര്യങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു. മനുഷ്യൻ്റെ ജീവിതത്തിൽ പാപമുണ്ട്. ദൈവത്തെ അവൻ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ചില്ല, കാണേണ്ടതുപോലെ കണ്ടില്ല, ദൈവത്തോട് അടുക്കേണ്ടതുപോലെ അടുത്തില്ല, ദൈവത്തെ അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ചില്ല. ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന സംഭവങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുമ്പോൾ ദൈവം അകന്നു നിൽക്കുന്നതായിട്ട് തോന്നും, വിളിച്ചാൽ കേൾക്കുകയില്ല. എന്നാൽ അതേസമയം തന്നെ ദൈവത്തെ അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിക്കുന്ന മനുഷ്യർക്ക് ദൈവത്തെക്കുറിച്ച് പറയാനുള്ളത് വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ അടുത്ത് വരുന്ന ഒരു ദൈവമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് പറയുമ്പോൾ ചെറുതല്ല. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ കയറി ബാലിൻ്റെ ഒക്കെ പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി. 10,400 പ്രവാചകന്മാരുണ്ട്. ആരുടെ ദൈവമാണ് സത്യദൈവമെന്ന് തെളിയിക്കാൻ വെല്ലുവിളി നടത്തി. കാരണം ബാലിനെ സേവിക്കുന്നതായിരിക്കുന്ന ഇസ്രായേൽ മക്കളിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഏലിയാവ് വിചാരിച്ച് താൻ ഒരാളെ ഉള്ളെന്ന്. പക്ഷേ ദൈവം പറഞ്ഞ് 7,000 പേരുണ്ടെന്ന് പറഞ്ഞു ബാലിന് മുട്ടുപടക്കാത്തവർ. ശരി, അങ്ങനെയെങ്കിൽ 7,000 പേരുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. ഈ ബാലിൻ്റെ പ്രവാചകന്മാരെല്ലാം കൂടെ വന്ന് യാഗപീഠം പണിതു, ഒരു കാളയെ അറുത്തതിന്മേൽ വെച്ചു. രാവിലെ ഉറങ്ങി വൈകുന്നത് വരെ അവർ കിടന്ന് വിളിക്കുകയും കൂവുകയും തന്നെത്താനെ കൊടുവാൾ കൊണ്ട് വെട്ടുകയും ചോര ഒലിപ്പിക്കുകയും ഒക്കെ ചെയ്തു. വല്ല പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനമില്ല. ഏലിയാവ് പറഞ്ഞു, ഉറക്കെ വിളിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ദൈവം ഒരുപക്ഷെ ഉറങ്ങുമായിരിക്കുമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ അവൻ ബാഹ്യത്തിന് പോയിരിക്കായിരിക്കും എന്ന് പറഞ്ഞു. അവന് പ്രൈവറ്റ് കാര്യങ്ങൾക്ക് പോയിരിക്കായിരിക്കും. ഉറക്കെ വിളിക്കാൻ പറഞ്ഞു. അവർ കിടന്ന് വിളിച്ചു. യാതൊരു പ്രയോജനമില്ല. അവസാനം ഏലിയാവ് തൻ്റെ ദൈവത്തെ വിളിച്ചു, അപേക്ഷിച്ചു. യാഗത്തിന്മേൽ വെള്ളം കോരി ഒഴിച്ചു. ദേശം മുഴുവനും വെള്ളം കോരി ഒഴിച്ച് നനച്ചു. കാരണം യാതൊരു വക്രതയും അതിന് പിന്നില്ലെന്നറിയത്തക്കവണ്ണം താൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങി യാഗത്തെയും ദഹിപ്പിച്ച് കളഞ്ഞു, അത് വെള്ളത്തെയും വറ്റിച്ച് കളഞ്ഞു. അതാണ് നമ്മുടെ ദൈവം എന്ന് പറയും. വിളിച്ചപേക്ഷിക്കുന്ന ആളുടെ അടുത്ത് വരുന്ന ദൈവമാണ്. പക്ഷേ വിളിച്ചപേക്ഷിക്കേണ്ടതുപോലെ അടുത്ത് വരണം. ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ആർക്കെങ്കിലും സ്വർഗത്തിൽ കയറിയോ പാതാളത്തേക്ക് ഇറങ്ങുകയോ ചെയ്യേണ്ടതില്ല. അവൻ നമ്മുടെ അരികത്ത് തന്നെയുണ്ട്.
ഉച്ചരിക്കപ്പെടാത്ത ഹൃദയത്തെ താല്പര്യങ്ങൾ പോലും ഗ്രഹിക്കത്തക്കവണ്ണം അവൻ സമീപത്തുണ്ട്. ദൈവത്തെ അന്വേഷിച്ച് നമുക്കും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഉള്ളവനാണ്. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ് ദൈവം. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ഹൃദയം എന്നാണ് ബൈബിൾ പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം തൻ്റെ ആലയത്തിൽ വസിക്കുന്നു എന്നതുപോലെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ദൈവം പ്രാർത്ഥന കേട്ടോന്നറിയാനായിട്ട് നാം വേറെ തന്ത്രങ്ങളും മന്ത്രങ്ങളും ഒന്നും പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ മറുവശവും ശരിയാണ്. ദൈവം അനേകർക്കും വിദൂരസ്ഥനാണ്. അനേകർക്കും ദൈവം വിദൂരസ്ഥനാണ്. അവർ വിളിച്ചാൽ കേൾക്കുകയോ കരഞ്ഞാൽ കാണുകയോ ദൈവം ചെയ്യുന്നില്ല. അവരെ ആത്മാർത്ഥമായിട്ടല്ലേ പ്രാർത്ഥിക്കുന്നത് ചോദിച്ചാൽ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി അവർ എന്തോ ഒരു കരച്ചിലും പിരിച്ചിലും ഒക്കെ ചെയ്യുന്നത്, എന്തോ ഒരു മെഴുകുതിരിയെ കത്തിക്കുന്നത്, എന്തോ ഒരു തേങ്ങയെ കൊണ്ടുടയ്ക്കുന്നത്, എന്തോ ഒരു വേറെ എന്തെല്ലാം ചെയ്യുന്നത്. ഒരു പ്രയോജനവുമില്ല. ദൈവം അവരുടെ പ്രാർത്ഥനയുടെ ശബ്ദം പോലും ഒന്നും ദൈവം കേൾക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ അന്വേഷിക്കേണ്ടതുപോലെയല്ല അവരന്വേഷിക്കുന്നത്. ദൈവമായിട്ട് കൂട്ടായ്മ പ്രവർത്തനങ്ങൾക്ക് നിഷ്കളങ്ക ഹൃദയവും ശുദ്ധമായ കൈകളും വേണമെന്ന് 15-ാമത്തെ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രഭുത്വത്തിൽ കയറണമെങ്കിൽ എല്ലാവർക്കും സാധിക്കില്ല. ഇല്ല, ശുദ്ധിയുള്ള കരങ്ങളിലും നിഷ്കളങ്കമായ ഹൃദയവും നിഷ്കളങ്കമായ ചിന്താശൈലികളൊക്കെ ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ ദൈവം വളരെ വലിയ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നാണ് പ്രയാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കൽ നമുക്ക് കളിതമാശം കൊണ്ട് ചെല്ലാൻ സാധിക്കില്ല. സൃഷ്ടാവായ ദൈവമാണ്, സകല സൃഷ്ടിക്കും ആഹാരം കൊടുക്കുന്നവനാണ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച്, അതുകൊണ്ടാണ് ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ദൈവത്തെ കാണാനായിട്ട് വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ പോയി കുത്തിയിരുന്നതുകൊണ്ട് ദൈവത്തെ കാണാനൊക്കെ അത് മനുഷ്യനുണ്ടാക്കിയ ദൈവങ്ങളാണ്. അവയ്ക്ക് കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല. എന്നാൽ സത്യദൈവമുണ്ട്, ഏകസത്യദൈവമുണ്ട്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനും ഭരിക്കുന്നവനുമായ ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ല്, അവൻ്റെ മുൻപിൽ മുട്ടുകുത്ത്, അവനോട് കാര്യങ്ങൾ തുറന്ന് പറയൂ. അപ്പോൾ അറിയാം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ദൈവം പ്രാർത്ഥന കേട്ടതായിരിക്കുന്ന എത്ര അനുഭവങ്ങളാണ് ഈ കാലങ്ങളിൽ ഇൻ്റർനെറ്റ് അവിടെ ഇവിടെയുമായിട്ടൊക്കെ വരുന്നത്. ഏതെല്ലാം മതങ്ങളിലുള്ള ആളുകൾ, ഏതെല്ലാം ഭാഷക്കാർ, ഏതെല്ലാം രാജ്യക്കാർ. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പിന്മാറാതിരിക്കാം. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നാം വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ ദൈവം നമ്മൾ വിളി കേൾക്കും. പക്ഷേ ദൈവത്തെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. സാധിക്കുകയില്ല. അടുത്ത് വരുന്നൊരു ദൈവമാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ നകന്നു പോകുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു, ദൈവാലയത്തെ മലിനമാക്കി. ദൈവം അവരുടെ മധ്യേ ഉണ്ടെന്ന് വന്നാൽ വിചാരിച്ചതില്ല. പക്ഷെ ദൈവം മാറിപ്പോയിരുന്നു. ദൈവം മാറിപ്പോയി. അതുകൊണ്ട് ദൈവത്തെ സത്യത്തിലും ആത്മാവിനും അന്വേഷിച്ച് ആരാധിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.